അർക്കവംശത്തിൽ മുന്നമിക്ഷ്വാകുമഹീപതി മുഖ്യനായുണ്ടായി വന്നാനവനു തനയന്മാർ ഉണ്ടായാർ 100 ജനമവരിലിളയവൻ ദണ്ഡനെന്നറിഞ്ഞാലും അവനു മേലിലൊരു ദണ്ണമുണ്ടായി വന്നിടുമെന്നതു മുന്നേ തന്നെ പണ്ഡിതനായ താതനറിഞ്ഞു വഴി പോലെ. വിന്ധ്യസാനുനി ശതയോജന വിസ്താരത്തിൽ ബന്ധുരമായിട്ടൊരു രാജ്യവും തീർത്താനല്ലോ. തത്രൈവ വാഴിച്ചിതു ദണ്ഡനൈജനകനും നിത്യസൗഖ്യേന വാണാൻ ശുക്രനെ ഗുരുവാക്കി. പല നാൾ ചെന്ന കാലമൊരു നാൾ ചൈത്രമാസി ഫലവാൻ ശുക്രൻ തന്നെ കണ്ടു വന്നിപ്പാൻ പോയാൻ. പർണശാലാന്തേ വിളയാടി നിന്നിടുന്നൊരു കന്യക തന്നെ കണ്ടു കാമപീഡിതനായാൻ. കന്യകയോടു നിജകാംക്ഷിതം പറഞ്ഞപ്പോൾ കന്യക താനും ചൊന്നാളധർമ്മം ചൊല്ലായിക നീ. എന്നുടെ ജനകനെ പ്രാർത്ഥിച്ചാൻ നിനക്കവൻ തന്നിടുമെന്നെ. എന്നാലില്ല വൈഷമ്യമേതും അന്യായ കർമ്മമതു കൂടാതെ കാട്ടിയിടുകിൽ നിന്നെയും മുടിച്ചിടുമെന്നുടെ താതൻ ന്യൂനം. എന്നു കന്യക ചൊന്നതാതറിയാതെ ബലാൽ കന്യക തന്നെ പിടിച്ചു പരോധവും ചെയ്താൻ. പിന്നെ തൻ പുരത്തിനു വേഗേന നടകൊണ്ടാൻ. കന്യക വിഷണ്ണയായ ശ്രമോപാന്തേ നിന്നാൾ. വ്യാകുലം പൂണ്ടു നിൽക്കും പുത്രിയെ കണ്ടു ശുക്രൻ ശോകരോഷേണ പറഞ്ഞിടിനാനതു നേരം. ദണ്ഡനും പടയും ഭണ്ഡാരവും നാടും വീടും വെണ്ണീറായി പോക പൊടി വരിഷിച്ചേഴു ദിനം. വാപികാ തീരസ്ഥലേ വാഴുക മകളെ നീ. താപവുമുണ്ടായി വരാ പൊടിവർഷത്താലേതും നാട്ടിനു പുറത്തൊരു ദേശത്തു വസിപ്പിച്ചാൻ. നാട്ടിൽ വാണിടും ദ്വിജ താപസന്മാരെയെല്ലാം നാട്ടിനു പുറത്തൊരു ദേശത്തു വസിപ്പിച്ചാൻ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.